ഇന്നലെ രാത്രി ഒരു 10:30 മണിയോടുകൂടി അപ്പോൾ ഇവിടുത്തെ പ്രധാന സ്വാമിമാരിൽ ഒരാളായ രാമാനന്ദ ഭാരതി, അദ്ദേഹം ഈ തൊട്ടടുത്ത പ്രദേശക്കാരനാണ്, ഇരുണൂർ എന്ന പ്രദേശത്തുകാരനാണ്. 57 വർഷമായി ഈ ആശ്രമത്തിലെ അന്തേവാസിയാണ്. അപ്പോൾ അദ്ദേഹം താമസിക്കുന്ന കെട്ടിടത്തിൽ കതക് ചവിട്ടി പൊളിച്ച് ആ കെട്ടിടത്തിനകത്ത് കയറിയിട്ട് മുളകുപൊടി, അദ്ദേഹത്തിൻ്റെ കണ്ണിൽ മുളകുപൊടി വാരിയിട്ട് അദ്ദേഹത്തെ ആക്രമിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇന്നിപ്പോൾ ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം കൊല്ലം NS ഹോസ്പിറ്റലിലാണ്. അപ്പോൾ അദ്ദേഹത്തെ നന്നായി ആക്രമിച്ചു, നല്ല പരിക്കുണ്ട്. അപ്പോൾ ഒരു വധശ്രമത്തിൻ്റെ ഭാഗമാണ് എന്ന നിലയിലാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് ഒരു സാമൂഹിക വിരുദ്ധ കേന്ദ്രമായി മാറുന്ന നിലയിലേക്ക് പോകുന്ന അപകടകരമായ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ അതിനെതിരെയാണ് ഇപ്പോൾ ഇവിടെ ഒരു ജനകീയ കൂട്ടായ്മയുണ്ട്. അത് മന്ത്രി അടക്കം ശ്രീമാൻ KB ഗണേഷ് കുമാർ അടക്കം ഇന്നിവിടെ സന്ദർശിക്കുകയും നടന്ന രീതിയിൽ കൃത്യമായ അന്വേഷണം നടത്തി അത് ആവശ്യമായ നിലയിൽ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ അറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഒരു പ്രധാനമായ സ്ഥലമാണ് സദാനന്ദപുരം ആശ്രമം. സദാനന്ദ സ്വാമികൾ 1901 സ്ഥാപിച്ചതാണ് ഈ ആശ്രമം. ഈ ആശ്രമത്തിൻ്റെ ചുറ്റുവട്ടത്തുള്ള എല്ലാം ഈ ആശ്രമത്തിൻ്റെ സംഭാവനകൾ കൊണ്ടുണ്ടായതാണ്. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, KTDC ടൂറിസ്റ്റ് ഹോം, ഏറ്റവും പ്രധാനം സദാനന്ദപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായ സദാനന്ദപുരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അടക്കം ഇതൊക്കെ ആശ്രമത്തിൻ്റെ വസ്തുവിൽ സ്ഥാപിച്ച സ്ഥാപനങ്ങളാണ്. അത് അന്യാധീനപ്പെട്ടു പോകുന്നത് കാരണം ഇവിടെ ഒരു ആയുർവേദ ഔഷധശാലയുണ്ടായിരുന്നു. കല്ലച്ചിലുള്ള ഒരു പ്രസ് പ്രവർത്തിച്ചിരുന്നു. വളരെ ദീർഘവീക്ഷണത്തോടു കൂടി മഹാത്മാ അയ്യൻകാളിയെ ഒരുപക്ഷെ ഒരു പരിപാലന സഭ ഉണ്ടാക്കി പിന്നോക്കക്കാരുടെ ഉന്നമനത്തിനു വേണ്ടി അയ്യങ്കാളിയെ പ്രാപ്തനാക്കിയതടക്കം സദാനന്ദ സ്വാമികളുടെ വലിയ ദീർഘവീക്ഷണമുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. അതിൽ നിന്നൊക്കെ പിന്മാറിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ആശ്രമത്തിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് ഇവിടെ നടന്നത്. അതിൽ ശരിയായൊരു അന്വേഷണം നടത്തി, കൃത്യമായി അന്വേഷണം നടത്തി അതിൻ്റെ കുറ്റക്കാരെ കണ്ടുപിടിച്ച് ശിക്ഷിക്കണം, മാതൃകാപരമായി ശിക്ഷിക്കണം എന്നതാണ് നാട്ടുകാരുടെ, ഇവിടെ കൂടിയ എല്ലാ നാട്ടുകാരുടെയും അഭിപ്രായം. അടക്കം അതായത് ഒരു സ്വാമിയെ ഇന്നലെ ആക്രമിക്കുകയുണ്ടായി. ഇവിടെ പിന്നെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം സ്വാമിമാർക്കെല്ലാം പ്രൊട്ടക്ഷനുള്ള ഒരു ഏരിയയാണ്. 350 ഏക്കർ പ്രദേശമാണ്. ഇവിടെ ഇന്നലെയാണ് സ്വാമിക്കെതിരെ ആക്രമണം നടത്തുകയും ഇത് കൈക്കലാക്കാൻ വേണ്ടി ചില മാഫിയ ശക്തികൾ ഇവിടെ കടന്നുകൂടുകയും ആ കടന്നുകൂടുന്ന ആളുകൾ ഇവിടെ നിന്നും ഇവിടുത്തെ സമ്പത്തുൾപ്പെടെ കൊള്ളയടിക്കുന്ന ഒരു സമീപനമാണ് കാണുന്നത്. ഒരു വലിയ ഒരു മാഫിയ പ്രവർത്തനം നടത്തുന്നു. ഇന്ന് പത്തനാപുരം നിയോജകമണ്ഡലത്തിലുള്ള ഈ സ്ഥലം, സദാനന്ദപുരത്തെ ഈ സ്ഥലം, ഇന്നിവിടെ ഇവിടുത്തെ MLAയും നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള KB ഗണേഷ് കുമാർ അവർ വന്ന് സന്ദർശിക്കുകയും സ്വാമിക്കെതിരെ നടത്തിയിട്ടുള്ള അക്രമത്തിനെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് പോലീസിനോട് നിർദ്ദേശിക്കുകയും ഇവിടെ നടക്കുന്ന സാമൂഹ്യ വിരുദ്ധ പരിപാടികൾ, മാഫിയ പ്രവർത്തനങ്ങൾ ശക്തമായി അതിനെ നടപടിയെടുക്കുന്നതിന് വേണ്ടി പോലീസിനോട് നിർദ്ദേശം കൊടുക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് വർഷങ്ങളായി ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. ഇതൊരു ആശ്രമമാണ്, ഇത് ഒരു ട്രസ്റ്റാണ്. ഇതിനെ തട്ടിയെടുത്ത് ഇതിനെ വിലക്ക് എഴുതി മേടിക്കുന്നതിന് വേണ്ടിയുള്ള ഭൂമാഫിയകളുടെ ചില റിസോർട്ട് മാഫിയകളുടെ സമീപനമാണ്. അതിനെതിരെ ശക്തമായ എതിർപ്പാണ് മിനിസ്റ്ററും ജനങ്ങളും ജനകീയ സമിതിയും തീരുമാനിച്ചത്. ഈ നാട്ടിലുള്ളവരാരും ഇവിടെ ഇപ്പം ഈ നാട്ടിലുള്ള ആരും ജോലിക്കാരായിട്ടില്ല. എല്ലാം പുറത്തുനിന്ന് വരുന്ന ഒരുമിച്ചാണ്. അത് കുറേ ഒരു 10-15 പ്രധാന സമയയുടെ കാലത്താണ് തോന്നുന്നത്. ഒരുമിച്ച് ശങ്കരാചാര്യ സമയയുടെ കാലത്താണ് ഇത് പിരിച്ചുവിടുന്നത്. അവർക്കെല്ലാം ആനുകൂല്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഭാസുരനും ജോയിയും അവരായിരുന്നു ഇവിടുത്തെ. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സദാനന്ദ സ്വാമി ഈ അയ്യങ്കാളിയായിട്ട് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയതിൻ്റെ കാലത്ത് ഇവിടുത്തെ ജോലിക്കാരെ എന്ന് പറഞ്ഞാൽ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അത് ഭൂരിപക്ഷം ജോലിക്കാർ. അപ്പോൾ അങ്ങനെ വർഷങ്ങളായിട്ട് ഈ ആശ്രമത്തിൻ്റെ തുടക്കം തൊട്ടേ അതുകൊണ്ട് ഇതുണ്ട്, ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അതുകൊണ്ട് ഇവിടെ ചെയ്തത്. ഇപ്പം അത് അവരെയൊക്കെ അത് പിരിച്ചുവിട്ടത്. എന്തിനാ പിരിച്ചുവിട്ടതെന്ന് അവർക്കും അറിയത്തില്ല, എനിക്കും അറിയത്തില്ല. സദാനന്ദ സ്വാമി ആശ്രമം സ്ഥാപിച്ചത് പിന്നെ ഇവിടെ വൈദ്യശാല 8 തുടങ്ങുന്നു. ഇത് കേരളത്തിലെ ആദ്യത്തെ വൈദ്യശാല. ഇത് വൈദ്യശാല. ഇതിനകത്തെ ചീനഫർണിക്കുണ്ട്. ആ ചീനഫർണിക്കകത്ത് മരുന്നുകളുണ്ട്. ഈ മരുന്നുകൾ എന്തിൻ്റെയൊക്കെയാണെന്ന് ഒരു മനുഷ്യന് ഇപ്പോൾ പറയാൻ കഴിയില്ല. ഒരുപക്ഷെ ഏറ്റവും വലിയ രോഗങ്ങളുള്ള മരുന്നടക്കം ഇതിനകത്ത്. ഇതിപ്പം ഫർണിക്കകത്ത് പൂട്ടിയിട്ട് പിന്നെ അതുപോലെ കല്ല്, നമ്മുടെ കല്ലച്ചുണ്ടല്ലോ, അതിന്റെ പ്രസ്സായിരുന്നു ആദ്യത്തെ പ്രസ്സായിരിക്കും. സദാനന്ദ പ്രസ്. ഇതിന്റെ ബ്രാഞ്ചായിരുന്നു കൊട്ടാരക്കര ഒരു ഓഫീസൊക്കെ. ജർമ്മനിയിൽ നിന്ന് കൈകൊണ്ടടിക്കുന്ന ഒരു പ്രസ് മരുന്നുകളെല്ലാം കരപ്പനൊക്കെ ഏറ്റവും ഫലപ്രദമായ കരപ്പന ഏറ്റവും ഫലപ്രദം. അതുപോലെ എല്ലാം
കമ്പനിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എത്ര പണിയായിട്ടുണ്ടോ? എത്ര ഞാൻ തന്നെ അത് എൻ്റെ ഒരു ഓർമ്മയിൽ അത് ഈ ആശുപത്രി കിടന്നിട്ടേ എന്തെങ്കിലും പനി എന്തെങ്കിലും വന്നിട്ട് മരുന്ന് വാങ്ങിച്ച് കഴിക്കുന്നത് ഇതിന്റെ സമ്പത്തിന്റെ അക്കൗണ്ട് അത് നമ്മുടെ തന്നെ സൂക്ഷിക്കും. അത് തന്നെ ഏത് ബാങ്കിൽ SBI ഏറെക്കുറെ എത്ര പണം ഇപ്പം ഉണ്ടാവും? അപ്പോൾ ഒരു വർഷം ബാലൻസ് ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് അറിയത്തില്ല. കഴിഞ്ഞ ഞാൻ ഇപ്പോഴത്തെ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്ന ഞാൻ അറിയത്തില്ല. വരവ് ചിലരായതുകൊണ്ട് വരവും എല്ലാം കൂടെ ചേർന്ന്